കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ വന്നപ്പോഴേ എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ കൊച്ചുമകൻ എന്നെ കണ്ടു, സംസാരിച്ചു. നിരണത്തെ ദൈവത്തിന് സ്തോത്രം. അതിന് വന്നപ്പോൾ ഒരടുത്ത ബന്ധം കൂടെ കേൾക്കുക, കാണുവാനായിട്ട് ഇടയായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ബന്ധമുള്ളവരാ. സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 63 വർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷ ഭൂലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെയ്യുവാൻ ദൈവം കൃപ തന്നു. കഠിനമായ അനേക പരിശോധനകളിൽ കൂടെ കടന്നുപോയി. വിവരിപ്പാൻ സമയമില്ല. സ്തോത്രം. സാക്ഷ്യത്തിനാണെങ്കിൽ ഒത്തിരി സമയം വേണം. ഇന്നേക്ക് 7 വർഷത്തിന് 8 വർഷത്തിന് മുൻപേ ക്യാൻസറായി 4th സ്റ്റേജിലായി ഈ ലോകത്തോട് യാത്ര പറയേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് പിന്നെയും ആയുസ്സിനെ നീട്ടിത്തന്നു. നിങ്ങളോടൊന്നിച്ച് ഈ മഹത്വമുള്ള നാമത്തെ ഉയർത്തുവാൻ എൻ്റെ 81ാമത്തെ വർഷത്തിലെ ഈ ദേശത്തും വന്ന് സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുൻപിലുള്ള സമയം തിരുവചന ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ഒരു ചെറിയ വാക്യം, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യം 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ആമേൻ. സ്തോത്രം. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ലോകത്തിലെ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത് ഗ്രീക്കുകാരായിരുന്നു. അവർ മേലോട്ടുള്ള കാര്യം ചിന്തിച്ചപ്പോൾ മേളിൽ ഒത്തിരി ദേവന്മാരെ കണ്ടു. അതാണ് ഇന്ന് ശാസ്ത്രത്തിലെ, ജ്യോതിശാസ്ത്രത്തിലെ നമ്മുടെ മലയാളികൾക്കറിയാം നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് അവരൊത്തിരി ദേവന്മാരെക്കുറിച്ച് പഠിച്ചു, ദേവിമാരെക്കുറിച്ച് പഠിച്ചു. ആകാശദേവികൾക്ക് ആഹാരം ഉണ്ടാക്കി, അപ്പം ഉണ്ടാക്കി പൂജ നടത്തുന്ന ആരാധനക്കാരായി മാറി. എന്നാൽ അങ്ങനെയുള്ള ജ്ഞാനികളെ, ബുദ്ധിമാന്മാരെ അവർ ഭോഷന്മാരായിട്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൻ്റെ വചനം അവർക്ക് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ബാബിലോണിലാണ് അപ്രകാരമുള്ള ദേവന്മാരുടെ സ്ഥാനം. എന്നാൽ ശലോമോൻ രാജാവ് 2 പ്രാവശ്യം ദൈവപ്രത്യക്ഷത അനുഭവിച്ച് ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കണ്ട ശലോമോനെ ലോകത്തിനെ അറിയിക്കാനുള്ള ദിവ്യമായ ജ്ഞാനോപദേശങ്ങളിൽ
ചിലത് നമ്മൾ വായിക്കണം. അത് 1 മാസത്തേക്കാണ് ശലോമോൻ ടാബ്ലറ്റായിട്ട് വെച്ചേക്കുന്നത്. 31 അധ്യായങ്ങളാണ്. ഒരു ദിവസം ഒരധ്യായം. സ്തോത്രം. അത് പഠിക്കണം. യൗവനക്കാർ പഠിക്കണം. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ പാതാളമുണ്ട്, ഹല്ലേലൂയ. എന്നാൽ പാതാളത്തിൽ ഉൾപ്പെടാതെ, ദൈവത്തിന് സ്തോത്രം, അത് ഒഴിഞ്ഞു പോകേണ്ടതായ ഒരു സ്ഥാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമാന്മാർ ആരാണ്? വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാം ഒരു ബുദ്ധിമാനായി തീർന്നു. ഏക സത്യദൈവ വിശ്വാസിയായി ലോകത്തിനെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അവരുടെ സന്തതികൾ ദൈവജ്ഞാനം പ്രാപിക്കപ്പെട്ട തലമുറകളാണ്. ആമേൻ. ആ തലമുറയ്ക്കുള്ള ഭാഗ്യം എന്താണെന്നറിയാമോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജീവിക്കുന്നവരാണ്. ദൈവത്തിന് നാം ജീവനുള്ള തലമുറയാണ്. ജീവനുള്ള തലമുറയായിരിക്കുന്ന അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് ഒരു ചെറിയ ബുദ്ധിമാനും സൂത്രശാലിയുമായിരുന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, താൻ കാണിച്ച സൂത്രവും ഉപായവും ഒക്കെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവനാദ്യമായിട്ട് സൂത്രം പ്രയോഗിച്ചത് തൻ്റെ ജ്യേഷ്ഠനോടാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്ത ഒരു അനുഗ്രഹമാണ് ജ്യേഷ്ഠാവകാശം. അത് തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് വേദനയുണ്ടായിരുന്നു അവനെ. ദൈവമക്കൾ ഓർത്തോണം, ദൈവം നമുക്ക് ശാശ്വതമായി നൽകുന്ന അവകാശം ലഭിക്കണമെന്നുള്ള വാഞ്ചയുള്ളവരായിരിക്കണം നാം. അതുകൊണ്ട് താൻ കാത്തു സൂക്ഷിച്ചു വെച്ചു. എന്താണ്, എപ്പോഴെങ്കിലും വയറിനകത്ത് വെച്ചേ പിടിച്ചു, കാലിൻ്റെ കാലെ പിടിച്ചിട്ടും കിട്ടിയില്ല. പുറത്ത് വന്നപ്പോഴേ ഏശാവിൻ്റെ കാലെ കയറി പിടിച്ചിട്ടും അത് കിട്ടിയില്ല, മുമ്പിൽ പോകാൻ പറ്റിയില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ചിന്താവിഷയമായിരുന്നു ദൈവത്തിൻ്റെ അവകാശമായിരിക്കുന്ന ആദ്യജാതന്മാർ, യഹോവയ്ക്ക് വിശുദ്ധന്മാർ, ജ്യേഷ്ഠാവകാശം ദൈവത്താൽ ലഭിക്കപ്പെടുന്നതാണെന്ന് വിചാരിച്ച് ഒരു സൂത്രം പ്രയോഗിച്ച് അവനത് അവകാശമാക്കി. അതുപോലെ തന്നെ പിതാക്കന്മാരുടെ അനുഗ്രഹം അത് വളരെ വിലപ്പെട്ടതാണ്. മാതാപിതാക്കളെ അനുസരിക്കുക, സ്നേഹിക്കുക. പിതാക്കന്മാരെ കൽപ്പനയായിട്ട് പോലും ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹമെന്ന് പറയുന്നത് അത് വളരെ ശ്രേഷ്ഠമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതും താൻ തട്ടിയെടുത്തു. അപ്പോൾ തനിക്ക് നേരിട്ട ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇനി ഇവനെ ഭൂമിയിൽ വെച്ചാൽ, ഇവനെ ഭൂമിയിൽ വെച്ചെന്ന് പുലർത്തിയാൽ ഇവൻ നമ്മുടെ തലയ്ക്ക് മേലെയാകും. അമ്മ പറഞ്ഞു, പൊക്കോ. അപ്പനോട് ചോദിച്ചു, പോയി പറഞ്ഞിട്ട് ഹല്ലേലൂയ ഓടിപ്പോകുന്നു. എന്നാൽ ആ പോക്കിൽ എൻ്റെ പ്രസംഗ വിഷയമാണ് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ആ പോക്കിൽ മേളോട്ടുള്ള യാത്ര ആരംഭിച്ചു. ഒന്ന് കൈ ഉയർത്തി സ്തുതിച്ചാട്ടെ.
ദൈവ പൈതലേ, അനുഗ്രഹിക്കപ്പെട്ട പിതാവിൻ്റെയും വല്യപ്പച്ചൻ്റെയും ഒക്കെ അടുക്കൽ നിന്ന് ഓടിപ്പോകേണ്ടതായ പശ്ചാത്തലം ഉണ്ടായെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് കയറുന്ന ഒരേണി തൻ്റെ സ്വപ്നത്തിൽ കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മേലോട്ടുള്ള യാത്ര. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കീഴെയുള്ള യാത്രയല്ല, മുകളിലേക്കുള്ള ജീവയാത്ര ആരംഭിക്കുകയായിരുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, മേലോട്ടുള്ള യാത്ര അത് ദൈവത്താൽ ലഭിക്കുന്നൊരു ഭാഗ്യമാണ്. സ്തോത്രം. അതേത് തരത്തിലാണ് ദൈവം നമുക്ക് നൽകുന്നത് നമുക്കറിയത്തില്ല. യാക്കോബ് വന്നു, ദൈവത്തിന് ഓടി 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 തളർന്ന് വളച്ച് ക്ഷീണിച്ച് തളർന്ന് മുന്നോട്ട് പോകുമ്പോൾ സൂര്യൻ അസ്തമിച്ചു. താൻ വിശ്രമിപ്പാൻ കിടന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം. ഇതിനൊക്കെ വിശദീകരിക്കാൻ വായിക്കാനൊക്കെ പോയാൽ സമയം പോകും. ദൈവത്തിന് സ്തോത്രം. അവിടെ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു എന്നാണ് അതിൻ്റെ 28-ൻ്റെ 12-ാം വാക്യത്തിൽ കാണുന്നത്. ആ സ്വപ്നം വളരെയേറെ അർത്ഥവത്തായ സ്വപ്നമാണ്. ദൈവമക്കൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ദൈവം കൊടുക്കുന്ന ദർശനം, സ്വപ്നം അത് ചെറുതല്ല. സ്വപ്നമെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ അതിനകത്ത് ഹല്ലേലൂയ യാക്കോബിൻ്റെ തലമുറകൾക്ക് വരെയുള്ള അനുഗ്രഹം ശാശ്വതമായ അടങ്ങിയിരിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു താൻ കണ്ടത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണെങ്കിലും അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ആകാശത്തോളം സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന ഒരു ഗോവേണി കണ്ടു. അതിൽ നിന്ന് കാണുന്നതെന്ത്? ദൈവത്തിൻ്റെ ദൂതന്മാർ മുകളിൽ നിന്ന് താഴോട്ടും ഹല്ലേലൂയ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അതിലുപരിയായിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കർത്താവായ യേശു അതിൻ്റെ മധ്യത്തിൽ നിന്നു സംസാരിച്ചതായ ദൈവത്തിൻ്റെ വചനം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവം, ഞാൻ യാക്കോബിൻ്റെ ദൈവം. നീ ഈ കിടക്കുന്ന സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഗോവണിയാണ് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന കർത്താവിൻ്റെ മേശ. അവിടെ നമുക്ക് ദൈവശബ്ദം കേൾക്കണം. എന്താണെന്നറിയാമോ? നമുക്ക് അവകാശം ലഭിക്കുകയാണ്. ഞാൻ അറിയാത്ത ഒരു കാര്യം. അപ്പച്ചൻ പറഞ്ഞോ എനിക്കറിയത്തില്ല, വല്യപ്പച്ചൻ പറഞ്ഞോ എനിക്കറിയത്തില്ല. വല്യപ്പച്ചൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിലൂടെ കടന്നു മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. യാക്കോബിന് അറിയാത്ത ഒരു രഹസ്യമാണ് പറയുന്നത്. നീ ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. പ്രൈസ് ദി ലോർഡ്. ഒരവകാശം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ബാക്കിയുള്ള കാര്യം ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ള ഭാഗം അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. അത് കഴിഞ്ഞപ്പോൾ ആ കാണേണ്ടതെല്ലാം കണ്ടു. സ്വർഗത്തിൻ്റെ വാതിൽ ഇതാണ്, ഇവിടെ ദൈവം ഉണ്ട് എന്നൊക്കെയും കണ്ടു. ഈ ഞാൻ കിടക്കുന്ന ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇവിടെ കർത്താവ് ഉണ്ട്, ഇവിടെ എൻ്റെ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ് എന്നൊക്കെ കണ്ടിട്ട് ആ ദിവ്യമായ ദർശനം കണ്ടിട്ട് പള്ളി ചട്ടി ഉണർന്നു. ഞെട്ടി ഉണർന്നിട്ട് താൻ കിടന്ന ഉറങ്ങിയിടത്തെ
ഒരു കാട്ടുകല്ല്. അപ്പച്ചൻ്റെ വീട്ടിൽ നല്ല തലവണയൊക്കെ ഉണ്ടായിരിക്കും, നല്ല വലിയ സമ്പന്നരായ കുടുംബമാണ്. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും അവൾ വീട്ടിൽ നല്ല പനിയുള്ള തലവണ. പക്ഷേ ഈ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കിടന്ന ഷെയ്പ്പില്ലാത്ത കല്ല് ഒന്നെടുത്തിട്ട് തല പൊക്കി വെച്ച് കിടന്നുറങ്ങി. അവിടെയാണ് ദിവ്യദർശനം കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കയറുവാനുള്ള, സ്വർഗത്തിലെ ശബ്ദം കേൾപ്പാനുള്ള, സ്വർഗത്തിലെ ദൈവത്തിന് ദൂതന്മാരുടെ സഹായം ലഭിക്കാനുള്ള ആ മനോഹരമായ ഏണിയാണ് ഗോവേണിയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആ ഏണി കാണുന്നു. ദൈവ ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. നമ്മുടെ അവകാശം നമുക്ക് മനസ്സിലാക്കി ജീവിപ്പാനുള്ള കാഴ്ചപ്പാട് പ്രാപിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് കയറുക. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു. മേലോട്ടുള്ള പ്ലെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ മേലോട്ടുള്ള എല്ലാ കാര്യവും എല്ലാവർക്കും അറിയത്തില്ല. എന്നാൽ മേളിലോട്ട് ഹല്ലേലൂയ ഞാനും നിങ്ങൾ കിടക്കുന്ന ഭൂമി വിട്ടിട്ട് 3 ആകാശം കൂടെ കൊണ്ട് 7 മണ്ഡലങ്ങളാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് പ്രധാനപ്പെട്ടതാണ് സ്വർഗാതിസ്വർഗം. 115 സങ്കീർത്തനം അത് സ്വർഗത്തിലെ ദൈവത്തിനുള്ളതാണ്. സ്വർഗം യഹോവയായ ദൈവത്തിനുള്ളത്. പിന്നെ 4മത്തേതാണ് അമ്മേ ഭൂമി അത് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കത്തില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും മരിച്ചവരുണ്ട്. ഒന്നാമതായി മരിച്ചവരാരാണ്? ആദാമ്യ സന്തതി അനുസരണക്കേടിന് മുൻപിൽ മരിപ്പാനിടയായി, പാപത്താൽ മരിക്കപ്പെട്ടു. അവരോട് എത്ര പാസ്റ്റർ പറഞ്ഞാലും സ്തുതിക്കത്തില്ല. അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവ ദർശനം പ്രാപിക്കുമ്പോൾ നീ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ചാടി ഓടി നടന്ന് പ്രസംഗിക്കും. പക്ഷേ എനിക്കിപ്പോൾ പേടിയാണ്. കാരണം എൻ്റെ ഇടുപ്പ് മാറ്റിയതാണ്. ഹല്ലേലൂയ. ക്യാൻസർ വന്ന് സൗഖ്യമായ ഒരു ബലഹീന ശരീരമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കിയതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ എൻ്റെ നാവിനൊരിക്കലും കുഴച്ചിൽ വന്നിട്ടില്ല. അന്നത്തെ പോലെ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രസംഗിച്ചതുപോലെ ഇന്നും പ്രസംഗിപ്പാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പ്ലാറ്റ്ഫോം വളരെ ഇടുങ്ങിയതാണ്, സൂക്ഷിച്ച് വേണം നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കളെ, ഹല്ലേലൂയ. ഒന്നാമത്തെ സ്വർഗം, രണ്ടാമത്തേത് നക്ഷത്രമണ്ഡലം, മൂന്നാമത്തേത് മേഘമണ്ഡലം, നാലാമത്തേത് ഭൂമി, അഞ്ചാമത്തേത് പാതാളം. പാതാളം 3 ഭാഗമാണ്. പാതാളത്തിലോട്ട് 3 സ്ഥലമുണ്ട്. ഒന്ന്, ആദ്യത്തെ പാതാളത്തിന് പേര് അബ്രഹാം പിതാവിൻ്റെ മടി എന്നാണ്, പർദീസ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, മൗനതയിൽ ഇറങ്ങിയതായ വിശുദ്ധന്മാരെ ദൈവം ഒരു സുഖവാസ സ്ഥലത്താക്കിയിരിക്കുന്നത് കൊണ്ടാണ് അബ്രഹാം പിതാവിൻ്റെ മടിയെന്ന് യേശു പ്രസ്താവിച്ചത്. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ദൈവത്തെ ഹല്ലേലൂയ സ്തുതിച്ച് ആരാധിച്ചിട്ട് ഒരു കടന്നുപോക്കുണ്ട്. അപ്പോൾ കടന്നു പോകുമ്പോൾ അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് പർദീസ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായ പർദീസ ദൈവം കൊടുത്തു. അതിൻ്റെ ശേഷം
സകല ദുഷ്ടന്മാർക്കുമായി നിയമിക്കപ്പെട്ട രണ്ടാമത്തെ പാതാളം, പാപികൾക്കും ദുഷ്ടന്മാർക്കുള്ള. അവിടെ പോകുന്നവർക്ക് ഒരു സുഖവുമില്ല. അവിടെ കിടക്കുന്നവർക്ക് എന്താണെന്നറിയാമോ? യാതന സ്ഥലമെന്നാണ് അതിൽ പറയുന്നത്. ആ വേദനയെക്കുറിച്ച് ആ ധനവാനോട് ചോദിച്ചെങ്കിലേ അവന് ഉത്തരം പറയത്തുള്ളൂ. എന്താണെന്നറിയാമോ? അകത്ത് തീ കത്തുക, പൊരിയുകയാണ്, വെള്ളം കുടിപ്പാനുള്ള ദാഹം പോലെ. അത്ര ഭയങ്കരമായ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, ആ ലാസറിൻ്റെ വിരലൊന്ന് നനച്ച് എൻ്റെ നാവൊന്ന് തണുപ്പിച്ചാൽ കൊള്ളാമെന്ന് പറയും. ആ രണ്ടാമത്തെ സ്ഥലം പാപികൾക്കും ദുഷ്ടന്മാർക്കുമായി നിയമിക്കപ്പെട്ട സ്ഥലം. മൂന്നാമത്തെ സ്ഥലമാണ് അധമ പാതാളം. ഹല്ലേലൂയ. ഇതാ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഡീപ്പസ്റ്റ് ഹെൽ, ഏറ്റവും അടിയിലത്തെ പാതാളം. അവിടെ ആദ്യം കുടിപാർക്കാൻ പോയവരാരാന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈ വീണ് വരുത്തിയാട്ടെ. ഫ്രൈസറോ ആരാന്നറിയാമോ? നോഹയുടെ കാലത്തെ മത്സരികളായിരുന്നവർ. അവരെ മത്സരത്തിലേക്ക് നടത്തിയതായ മനുഷ്യരെ അല്ല, അവരെ മത്സരത്തിലേക്ക്, അവരെ ദുഷ്ടതയിലേക്ക്, പാപത്തിലേക്ക് നയിച്ച മനുഷ്യ സ്ത്രീകളെ സൗന്ദര്യമെന്നുള്ളവരെന്ന് കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട തള്ളപ്പെട്ട ദൂതന്മാർ. സ്വർഗത്തിൽ നിന്ന് പണ്ടേ തള്ളിക്കളഞ്ഞവരാണ്. പിന്നെ ഇവിടെയും വന്ന് അവരെന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ, ആ നോഹയുടെ കാലത്തുണ്ടായിരുന്ന ഹല്ലേലൂയ മനുഷ്യ സ്ത്രീകളെ ചതിച്ച് ഹല്ലേലൂയ ദുഷ്ടതയിലേക്ക് വളർത്തി. അവരെ ആദ്യമായിട്ട് അവിടെ ചങ്ങലയിട്ട് ബന്ധിച്ചു വച്ചിരിക്കുക. അവർക്ക് അടുത്ത മറ്റേ തള്ളപ്പെട്ട ദൂതന്മാർ ഇങ്ങനെ പാപത്തിൽ അകപ്പെടാതെ ഹല്ലേലൂയ മനുഷ്യരെ വഞ്ചിക്കുക, വേറെ തരത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാരെ ഇപ്പോൾ അഴിച്ചു വിട്ടിരിക്കുക. അവരിങ്ങനെ ഭൂലോകത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് പാപവും അധർമ്മവും ചെയ്തു അവരെ അവിടുന്ന് തള്ളിവിട്ട കാലം മുതലേ വല്ലവിധേയനും ദൈവജനത്തെ, സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരെ, ബുദ്ധിമാന്മാരെ ബുദ്ധികെട്ടവരാക്കി തീർത്തിട്ട് നശിപ്പിക്കുവാനായി ശ്രമിക്കുന്ന സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു വിശുദ്ധ ദൈവദാസൻ ഇങ്ങനെ പാടി, ഹല്ലേലൂയ, പകലിലും രാത്രിയിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. പരീക്ഷകൻ എപ്പോഴും നീ ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ, ആകാശത്തു നിന്ന് വെട്ടേറ്റ് നിലത്തു വീണ ആ ദുഷ്ട പിശാച്, ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കൾ കൈ ഉയർത്തിയെന്നു പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആ പാതാളത്തെ ജയിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് സഭയെ സ്ഥാപിച്ചപ്പോൾ തൻ്റെ ഹല്ലേലൂയ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. മരണത്തിൻ്റെ പിശാചായ പിശാചിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഞാനും നിങ്ങളും ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പാതാളത്തെ ഒഴിഞ്ഞു പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാൽ അതെ ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. കർത്താവായ യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചവനായി ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു. ജയിച്ച് വിശ്വാസവീരന്മാരായി തന്നെ പിൻപറ്റിയവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ്? നിങ്ങൾ ഈ സത്യം പോയി ഭൂമി എല്ലായിടത്തും അറിയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പോരാട്ടമാണ് ദൈവജനം അനുഭവിക്കുന്നത്, എത്ര പീഡനമാണ് ദൈവജനം അനുഭവിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, നിൻ്റെ അഭിഷേക തൈലം എൻ്റെ ദൈവം നിൻ്റെ മേൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാത്താന്യ ശക്തിക്കും നിന്നെ ജയിപ്പാൻ കഴിയുകയില്ല.
കാരണം യേശു പറഞ്ഞ വാക്ക്, ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാതാളം നിന്നെ ജയിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ, പാതാളത്തെ ഒഴിഞ്ഞ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, തിരുവചനപ്രകാരം വിശുദ്ധ ജീവിതത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി എന്ന് പറയുന്നത് അതിപ്രധാനമായ വിഷയമാണ്. വിശുദ്ധിയുടെ വലിപ്പം, പ്രൈസ് ദി ലോർഡ്, എന്താണെന്ന് യോശുവയോട് ചോദിച്ചാൽ പറയും. എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനം 40 വർഷം, ഏതാണ് 38 വർഷം, ഹല്ലേലൂയ, മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. തങ്ങളെ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന മോശയും അഹരോനും മിര്യാമും എല്ലാം പോയി. പിന്നെ തങ്ങളോടുകൂടെ പുറപ്പെട്ട യോശുവ തൻ്റെ ജനത്തെ നടത്താനായിട്ട് നേതാവായി തീർന്നു. തൻ്റെ ജനത്തെ നടത്തുവാൻ നേതാവായി തീർന്നു. ഇതാ വാഗ്ദത്ത ദേശത്തിൻ്റെ അടുക്കലേക്ക് വന്നു. മോശ പർവ്വതത്തിൽ പിസ്ഗായുടെ മുകളിൽ നിന്നുകൊണ്ട് ആ ദേശം മുഴുവൻ കണ്ടു. പക്ഷേ നിങ്ങളെ വിടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലും പരാജയം സംഭവിച്ചു. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പരാജയം, ശ്രദ്ധയില്ലായ്മ. എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ആ കലഹ ജലത്തിൻ്റെ ആ മെരിബായിൽ വെച്ച്, ഹല്ലേലൂയ, പാറയെ ഓട് കൽപ്പിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭത്തിൽ ചെങ്കടലിൽ വെച്ച് അടിച്ച വടി കയ്യിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, കൽപ്പിക്ക എന്ന് പറഞ്ഞ സ്ഥാനത്ത് കൽപ്പനയല്ല കൊടുത്തത്, വടിയെടുത്ത് പാറയെ അടിച്ചു. അടിച്ചത് മാത്രമല്ല, ജനം കേൾക്കെ തങ്ങൾ കോപിഷ്ഠരായി. എന്താണ്? ഈ ദുഷ്ടജനം കുടിക്കട്ടെ. കോപിക്കാൻ പാടില്ല കേട്ടോ. കോപിച്ചാൽ അത് നമ്മുടെ ചില നന്മ നഷ്ടപ്പെട്ടു പോകും. ആമേൻ, ഹല്ലേലൂയ. വാശി കൊണ്ട് മോശ പറഞ്ഞു പോയതാ. പക്ഷെങ്കിൽ അതുകൊണ്ട് അവർക്ക് ആ വാഗ്ദത്ത ദേശം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോശുവ ഇപ്പോൾ അക്കരദേശം കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അതിന് മധ്യത്തിലായിട്ട് ഒരു യോർദാൻ നദി ഒഴുകുന്നുണ്ട്. അത് കടക്കണം. സ്തോത്രം. ഭയങ്കര ഒഴുക്കുള്ള, കലങ്ങി മറിഞ്ഞ് കാടിൻ്റെ ഭയങ്കരമായ മുറ്റുകാട്ടിൻ്റെ മധ്യത്തിൽ കൂടെ ഒഴുകുന്ന ഭയങ്കരമായ നദിയാണ്. ഞാൻ പോയി കണ്ടിട്ടില്ല. ഇവിടെ ടൊറൻറ്റോയിലുള്ള ഫാൾസ്, വെള്ളച്ചാട്ടം കണ്ടവരൊരാൾ പറഞ്ഞു, നദിയാണ് ഒഴുകി വരുന്നത്. അതുപോലെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന, കുത്തനെ ഒഴുകുന്ന നദിയാണ് യോർദാൻ. പക്ഷെങ്കിൽ അത് വേനൽക്കാലത്ത് അത് നദി കവിഞ്ഞൊഴുകുന്ന കാലം, അനുകൂലമല്ലാത്തൊരു പശ്ചാത്തലം, അത്രമാത്രം കര കവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലത്തിലാണ് ഇനിയും അക്കരെ കയറണം. ആകാംക്ഷയോടെ കാത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ദീർഘയാത്ര ചെയ്തു, ഇനി ഞങ്ങൾക്ക് അക്കരെ ഒന്ന് കടന്നാൽ മതി, ഞങ്ങൾക്ക് വാഗ്ദത്ത ദേശം പ്രവേശിക്കാമെന്ന് ആശിച്ചോടെ വന്നെങ്കിൽ അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന ചെങ്കടലെ, അല്ല യോർദാൻ. അപ്പോൾ ഒറ്റ മാർഗം മാത്രം പറഞ്ഞു കൊടുത്തു. എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നാളെ ദൈവം നിങ്ങളുടെ മധ്യേ അതിശയം പ്രവർത്തിക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. അവർ 3 ദിവസം ശുദ്ധീകരണത്തിനായിട്ടെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശുദ്ധീകരിക്കപ്പെട്ടു. അവർ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പുരോഹിതന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ തിരുനിവാസമായിരിക്കുന്ന നിയമപ്പെട്ടകം തോളിലെടുത്തുകൊണ്ട് യോർദാനിലേക്ക് നടക്കാനായി പറഞ്ഞു. കര കവിഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാനിലേക്ക് കാലുവെച്ചാൽ
ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ ഭയങ്കരമായിരിക്കുന്ന ഒഴുക്കിൻ്റെ മധ്യത്തിൽ ഈ നിയമപ്പെട്ടകവുമായി യോർദാനിലേക്ക് മുൻപിൽ ഇറങ്ങാനായിട്ട് കൽപ്പിച്ചു. ഹല്ലേലൂയ. നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ തിരുനിവാസമാണ്, തിരുസാന്നിധ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അവരെ നടത്തുന്നത് ഒരു പെട്ടിയല്ല, ഒരു പെട്ടകമല്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പേര് തിരുനിവാസം എന്നാണ്. ആ തിരുനിവാസം തോളിൽ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോർദാൻ്റെ വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ വെള്ളം മല പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി ദൈവത്തിന് സ്തോത്രം ഉണങ്ങിയ നിലമായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധി പ്രാപിച്ചാൽ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധിയോടെ ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ദീർഘദൂരം ഹല്ലേലൂയ ആദാം പട്ടണം വരെ ഉയർന്നു നിൽക്കത്തക്കവണ്ണം വലിയ മല, അതിൻ്റെ മധ്യത്തിൽ കൂടെ മനോഹരമായ വഴി ദൈവം തുറക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഹല്ലേലൂയ നമ്മൾ വിശുദ്ധന്മാരായി ജീവിപ്പാനാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരായി ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കപ്പെട്ട തൻ്റെ ദാസന്മാർ, ഹല്ലേലൂയ, തൻ്റെ അഭിഷക്തന്മാരെ ഒരു ശത്രുവിനും തൊടാൻ കഴിയുകയില്ല, ഒരു പെരുവെള്ളത്തിന് മുക്കിക്കളയുവാൻ കഴിയുകയില്ല. നിൻ്റെ പ്രാണനോളം അതടുത്താലും നിന്നെ അത് മുക്കിക്കളയാതെ വണ്ണം കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ, തിരുസാന്നിധ്യമില്ലാതെ എന്നെ ഒരിടത്തും അയക്കരുതേ. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ദൈവമക്കളെ നമ്മൾ കൊതിക്കുന്നവരായിരിക്കണം. തിരുസാന്നിധ്യം. എൻ്റെ മുൻപിലുള്ള സമയം വളരെ പരിമിതിയായതുകൊണ്ട് ഞാൻ എത്രയും വേഗം നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയായി ദൈവത്തിങ്കലേക്ക് നമുക്ക് ഹല്ലേലൂയ യാത്ര ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനത്തോടെ യാത്ര ചെയ്യുക. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടിമകളായി ഹല്ലേലൂയ പിടിച്ചു കൊണ്ടുപോയ, ബാബിലോണിലേക്ക് കൊണ്ടുപോയ ദൈവജനത്തിൽ ഒരു കൂട്ടം ദൈവമക്കളുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങളുടെ ആലയം നഷ്ടപ്പെട്ടു പോയി, പണ്ടത്തെ പാട്ട് ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ വാദ്യോപകരണങ്ങളൊന്നും ഞങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. വിഷമത്തോടെ ഭാരത്തോടെ ബാബേൽ നദിയുടെ തീരത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുന്നു കരഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ എന്താണെന്ന് ചോദിച്ചാൽ, കരഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ദിവ്യ ദർശനങ്ങളെ ദൈവം കാണിച്ചു കൊടുത്തു. ഒന്ന് കൈകളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, അമ്മേ, നിന്റെ നഷ്ടത്തെക്കുറിച്ച്, നിന്റെ വ്യാകുലത്തെക്കുറിച്ച് കാണുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നീ കരയുമ്പോൾ, അമ്മേ ഹല്ലേലൂയ, എസെക്കിയേലിന് കാണിച്ചു കൊടുത്തു. എന്താണ്? 30-ാം വർഷം 1-ാം തീയതി സ്വർഗം തുറക്കപ്പെട്ടു. ദിവ്യ ദർശനങ്ങളെ കണ്ടു. ആമേ. എന്തെല്ലാം കണ്ടെന്ന് ഇനി ഹല്ലേലൂയ ഇതാ എസെക്കിയേലിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എസെക്കിയേലിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ദിവ്യമായ ദർശനങ്ങളെ പ്രാപിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദർശനമുള്ളവരായിത്തീരണം. ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെങ്കിൽ ഞാനായിരുന്ന സമൂഹം എന്നെ വളരെ നിർബന്ധിച്ചു. ജോയ്ക്കുട്ടി പോകരുതേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക്, യൗവനക്കാർക്ക്, ചെറുപ്പക്കാർക്ക് നിങ്ങളെപ്പോലുള്ള ഒരാവശ്യമുണ്ട്, നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നല്ല ദൈവദാസൻ്റെ വാക്കനുസരിച്ച് ഞാൻ നിന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, എനിക്ക് ഹല്ലേലൂയ എവിടെയാണ്, ആരോട് കൂടെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു രാത്രി ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. മനോഹരമായ ഒരു ആലയം, അതിനോട് ചേർന്ന് അനേക മനോഹരമായ ബിൽഡിങ്ങുകൾ, അതിനകത്ത് മനോഹരമായ നല്ല നല്ല ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ,
വളരെ മനോഹരമായി കാണപ്പെട്ടു. ഞാൻ അതിലെ ചില നല്ല വസ്തുക്കൾ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്ന് പിടിച്ചപ്പോൾ അതെല്ലാം പൊടിയായി ചാരം പോലെ ആയിപ്പോയി. ഞാൻ ഉണർന്നപ്പോൾ എന്താ കർത്താവേ ചോദിച്ചപ്പോൾ ഇന്നിവിടെ കാണുന്നതായ ഈ പദ്ധതികളൊന്നും ഈ കാഴ്ചപ്പാടുകളൊന്നും അത് ഹല്ലേലൂയ മരം പുല്ല് വൈക്കോല് കൊണ്ട് പണിയപ്പെട്ടതാണ്. അതൊക്കെ തീയാറ്റ് വെന്തു പോകും, അത് പൊടിയായി പോകും. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വെളിപ്പാട് എനിക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതല്ല ജീവനുള്ള ആരാധന. ഹല്ലേലൂയ ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ എവിടെ ആരാധിക്കണം, ഞങ്ങൾ എങ്ങനെ ആരാധിക്കണം? ആമേൻ. യേശു പറഞ്ഞു അവിടെയുമല്ല യെരൂശലേമിലുമല്ല. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മേഘമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് നല്ല വാഗ്ദത്തമൊക്കെ പറഞ്ഞായിരുന്നു. ജോയ്ക്കുട്ടി മോനെ, നിന്നെ അച്ഛനാക്കാം, സെമിനാരി പഠിപ്പിക്കാൻ വിടാം. ആമേൻ. എൻ്റെ അപ്പനും എന്നോട് പറഞ്ഞു, നമ്മുടെ മെത്രാച്ചന്മാരെ സ്വർഗത്തിൽ പോകത്തില്ലയോ, നീയും പോകണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന് ദർശനം ഉണ്ടായിരുന്നു. യോഹന്നാസ്നാവന് ദർശനം ഉണ്ടായിരുന്നു. യോഹന്നാസ്നാവകന് ജനിച്ചപ്പോൾ പറയായിരുന്നു, ദൈവം പേര് തന്നതാണ് എനിക്ക്. ഞാൻ പുരോഹിതനായ സഖരിയാവിൻ്റെ മകനാണ്. അടുത്ത നല്ല പൊൻകുപ്പായമിട്ട് അണിയാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ട്. ആ പിൻതലമുറയുടെ അവകാശം എനിക്കുണ്ട്. പക്ഷെങ്കിൽ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ അവകാശം ഇതല്ല, എൻ്റെ അവകാശം മരുഭൂമിയിലാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ മരുഭൂമിയിലാണ് ആ ശബ്ദം മുഴങ്ങുന്നത്. എൻ്റെ വസ്ത്രം പൊൻകുപ്പായമല്ല, ഒട്ടകരോമവും ഹല്ലേലൂയ തോലുകൊണ്ടുള്ള വാറുമാണ്. എൻ്റെ ഭക്ഷണം ഭൗതികമായ ഇവിടുത്തെ ഭക്ഷണമൊന്നുമല്ല, ആ കാട്ടിലെ ഹല്ലേലൂയ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട്. ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും ഒരു ദർശനമുണ്ടായിരിക്കണം. ക്രിസ്ത്യ ജീവിതം എവിടെ ചെയ്യണം, എവിടെ ശുശ്രൂഷിക്കണം, എവിടെ ആയിരിക്കണം. പദവികൾ കിട്ടും, ഉന്നത സ്ഥാനം കിട്ടും, മഹത്വമുള്ള സ്ഥലങ്ങൾ ലഭിക്കും. ആമേൻ. പൊൻകുപ്പായം ലഭിക്കും. ഇതല്ല നമ്മുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനാലുള്ള മഹത്വകരമായ ശുശ്രൂഷയാണ്. ദർശനത്തോടെ ക്രിസ്ത്യ ജീവിതം ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.